ഹായ്, ഇന്ന് ഡേ 22 ആണ്. ഇന്ന് കുറച്ച് യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ പള്ളിയിലൊക്കെ പോയി. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് പള്ളിയിൽ പോകുന്നത്. പള്ളിയിലൊക്കെ പോയി അവിടെ തന്നെ നമ്മുടെ ചായയും കുടിച്ച് അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമ്മുടെ ചലഞ്ച് ചെയ്യണം. വന്നിട്ട് നല്ല ഉറക്കമായിരുന്നു കേട്ടാ, ഫുള്ള് റെസ്റ്റ് ആയിരുന്നു. ദെൻ ഇപ്പോൾ നമ്മൾ ചലഞ്ച് തുടങ്ങണം. ഫസ്റ്റ് സെറ്റ് പുഷപ്സ് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് സെറ്റ് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സെറ്റ് പുഷപ്സ് ആയിരുന്നു. ഫസ്റ്റ് സെറ്റ് പുഷപ്സ് നമ്മൾ വീട്ടിൽ തന്നെ ആയിരുന്നു. സൺഡേ ആയതുകൊണ്ട് എല്ലാ വർക്കൗട്ടും ചെയ്തിരുന്നത്. ഫസ്റ്റ് സെറ്റ് പുഷപ്സ് നമ്മൾ ചെയ്തു. അപ്പോൾ നിങ്ങളെല്ലാം പ്രോപ്പർ റെസ്റ്റ് എടുക്കുക. ഞാൻ തന്നെ ഒരു പകൽ ടൈമിൽ ഒരു 3 മണിക്കൂറോളം ഉറങ്ങിയിട്ടുണ്ട്. സാധാരണ ഉറക്കം ഇല്ലാത്തതാണ്, ബട്ട് സൺഡേ ആയിരുന്നത് കൊണ്ട് ഉറങ്ങി. യാത്ര ചെയ്തിട്ട് വന്ന് കിടന്നുറക്കമായിരുന്നു. അപ്പം നമ്മുടെ ഫസ്റ്റ് പുഷപ്സ് അങ്ങനെ നമ്മൾ ചെയ്തു. ഫസ്റ്റ് സെറ്റ് പുഷപ്സ് ഫിനിഷ് ആയിരിക്കുകയാണ്. ദെൻ സെക്കൻഡ് സെറ്റ് നമ്മൾ എല്ലാം വീട്ടിനകത്ത് തന്നെ ആണല്ലോ ഇന്ന്. അങ്ങനെ സെക്കൻഡ് സെറ്റ് നമ്മൾ ഇച്ചിരി ഏരിയ മാറിയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഒരേ ഏരിയയിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടല്ലോ. അതും പല പല ടൈം ആയതുകൊണ്ടും കൂടിയാണ് മെയിനായിട്ട്. നമ്മൾ ഒറ്റ ടൈമിലല്ലല്ലോ എല്ലാം കൂടി 500 പുഷപ്സ് ചെയ്യുന്നത്. അത്യാവശ്യം 100 അടിക്കുക, ദെൻ അത് കഴിഞ്ഞ് ബ്രേക്ക് എടുക്കുക, വെള്ളം കുടിക്കുക, കറങ്ങി തിരിഞ്ഞ് വന്ന് വേറെ സ്ഥലത്ത് ചെയ്യുക, അത്ര തന്നെ. അപ്പോൾ നമ്മൾ അങ്ങനെ സെക്കൻഡ് സെറ്റ് പുഷപ്സും നമ്മൾ ചെയ്തു. ഇപ്പോഴും ഞാൻ ഒറ്റ സ്ട്രെച്ചിലല്ല ഇപ്പോഴും 100 ചെയ്യുന്നത്. ഇപ്പോഴും ഞാൻ 50യുടെ 2 സെറ്റ് അടിക്കുമ്പോഴാണ് 50x2 ആണ് 1 സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 50 ചെയ്യുമ്പോൾ അതിനകത്ത് ഇമ്പ്രൂവ്മെൻറ്റ്സിനായിട്ട് ഞാൻ ഡെയിലി ഫസ്റ്റ് സെറ്റ് 50യുടെ ഫസ്റ്റ് സെറ്റിനകത്ത് ഞാൻ പെർ ഡേ നമ്മുടെ ഓരോ അപ്ഡേഷൻസ് ഉണ്ട്. മീൻസ് ഇന്ന് ഇപ്പം 20 ഡേ ആണെങ്കിൽ 22 ആണ്. 22 ആകുമ്പോഴത്തേന് ഇപ്പോൾ 22 പുഷപ്സ് 50x22 50 + 22 72 പുഷപ്സാണ് നമ്മൾ ചെയ്തത് ഫസ്റ്റ് സെറ്റിൽ. അത് നമ്മുടെ പുള്ളപ്സാണ്. ഫസ്റ്റ് സെറ്റ് പുള്ളപ്സ് നമ്മൾ ചെയ്തു. ദെൻ സെക്കൻഡ് സെറ്റ് പുള്ളപ്സും നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എൻ്റെ കണക്ക് പറഞ്ഞത്. അപ്പോൾ ഓരോ ദിവസവും പുഷപ്സിന് നമ്മൾ എണ്ണം കൗണ്ട് ചെയ്യുന്നുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ജിമ്മൊന്നും ഇല്ലല്ലോ, ഉള്ള ആംബിയൻസിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുക. നമ്മുടെ തേർഡ് സെറ്റ് പുഷപ്സ് നമ്മൾ ചെയ്തു. നോർമലി നമ്മളെപ്പോഴും അത് കണക്കാണ്. ഫസ്റ്റ് സെറ്റ് പുഷപ്സ് ചെയ്യുമ്പോഴത്തേന് അതിനകത്ത് നമ്മൾ ഈ നമ്മുടെ 22 വന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ എത്ര 100 ഡേ ആണെങ്കിൽ 50 + 100 ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി നമുക്ക് നോക്കി കണ്ടറിയാം. നമ്മുടെ റിസൾട്ട് ആയിരിക്കണമല്ലോ, അത് ചെയ്യാൻ പറ്റിയാൽ അതാണ് അതിൻ്റെ റിസൾട്ട്. ഓരോ ദിവസം എന്തായാലും ഇമ്പ്രൂവ്മെൻറ്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്, നമുക്ക് തന്നെ അറിയാനും പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ 200 പുഷപ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. തേർഡ് സെറ്റ് പുള്ളപ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. തേർഡ് സെറ്റ് പുള്ളപ്സ് നമ്മൾ അതിനൊക്കെ തന്നെ ചെയ്തു. എപ്പോഴും ഈ സ്പീഡിൽ ഓടിച്ച് വിടണമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് വെറുപ്പീരായി പോകും. അതുകൊണ്ട് നമ്മൾ സ്പീഡിൽ തന്നെ ഓടിക്കുന്നത്. ദെൻ ഫോർത്ത് സെറ്റ് പുഷപ്സ് നമ്മൾ ചെയ്തു. അങ്ങനെ നമ്മുടെ ഫോർത്ത് സെറ്റ് പുഷപ്സും നമ്മൾ ഫിനിഷ് ആക്കിയിരിക്കുകയാണ്. ദെൻ അടുത്ത നമ്മുടെ പുള്ളപ്സ് ആണ്. ഫോർത്ത് സെറ്റ് പുള്ളപ്സും നമ്മളങ്ങനെ ചെയ്തു. പുള്ളപ്സും സ്പീഡിൽ തന്നെ നമ്മൾ ചെയ്ത് തീർത്തു. ഇനി 100 പുഷപ്സ്, 20 പുള്ളപ്സ്, 1000 പഞ്ചസ് ഇനി ബാക്കിയുണ്ട്. ലാസ്റ്റ് സെറ്റ് പുള്ളപ്സ് ആണ്. അടുത്ത നമ്മുടെ ലാസ്റ്റ് സെറ്റ് പുള്ളപ്സ് ആണ്. അങ്ങനെ ലാസ്റ്റ് സെറ്റ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുക. പുള്ളപ്സ് നമ്മൾ ഫിനിഷ് ആക്കിയിരിക്കുകയാണ്. ശേഷം ലാസ്റ്റ് സെറ്റ് പുഷപ്സും നമ്മൾ കണക്ക് ചെയ്തു. നമ്മളെ കൂട്ടുകാർ, നമ്മളെ ഫ്രണ്ട്സ് കുറച്ച് പേര് ഇതിൽ നമ്മുടെ ചലഞ്ചിൽ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോടായി വീണ്ടും നമ്മൾ മെയിനായിട്ട് പറയുന്നത് വർക്കൗട്ട് ചെയ്യുക, അത് പ്രോപ്പർ സ്ട്രെച്ചിങ്ങും ലൂസിങ്ങും പ്രോപ്പർ റെസ്റ്റും എടുക്കുക.
ദെൻ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അതാണ് നമ്മളെ മെയിൻ. വീണ്ടും നമ്മളെപ്പോഴും പറയുന്നതാണ്. അപ്പോൾ ആരോഗ്യം ശ്രദ്ധിക്കുക. നമുക്ക് ദൈവം തന്ന ആരോഗ്യം നമ്മളത് നല്ലതുപോലെ കൊണ്ടു നടക്കുക. അങ്ങനെ നമ്മുടെ 500 പുഷപ്സും കംപ്ലീറ്റ് ആയി. ലാസ്റ്റ് പഞ്ചസാണ്. നമ്മൾ 1000 പഞ്ചസ് ഇടിക്കുവാണേ. ഇത് ആക്ച്വലി സ്പാറിംഗ് ഗ്ലൗ ആണ്, ബായ് ഗ്ലൗ അല്ല. ബട്ട് വേറെ ഗ്ലൗ ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ സൗണ്ട് കേൾക്കാം. പുറത്ത് നല്ല മഴയായിരുന്നു. മഴയത്ത് പിന്നെ നമ്മളിത് ഇപ്പുറത്ത് ബാഗ് തൂക്കിയിട്ടേക്കുന്ന ഷെഡിനകത്താണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന് ചെയ്യാൻ പറ്റി. എന്നാലും നല്ല മഴയായിരുന്നു. ഇത് നമ്മൾ പഞ്ചസൊക്കെ ആദ്യം പതുക്കെ ഇടിച്ചു തുടങ്ങിയെങ്കിലും പിന്നീട് അല്ലെങ്കിലും നമ്മൾ സ്പീഡ് ഓടിക്കുന്നുണ്ട്, കാരണം ടൈം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. എന്നിരുന്നാൽ ലാസ്റ്റൊക്കെ നമ്മൾ അത്യാവശ്യം പവർ ഇട്ട് തന്നെയൊക്കെ ഇടിച്ചത്. എന്തായാലും 1000 പഞ്ചസ് നമ്മളങ്ങനെ ഫിനിഷ് ചെയ്ത്. നമ്മുടെ 1000 പഞ്ചസ് നമ്മൾ ഇടിക്കുമ്പോൾ ഇതിപ്പം പുതിയ ബാഗ് ആയതുകൊണ്ട് തന്നെ ഇടിക്കാനൊരു രസമുണ്ട്. ബട്ട് എന്നാലും ഫുൾ പവറിൽ ഇടിക്കാൻ പറ്റുന്നില്ല, അത്രയും സ്റ്റാമിന ആയിട്ടില്ല. ബട്ട് നമ്മൾ കണ്ടിന്യൂസ് ചലഞ്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എൻഡുറൻസ് കയറി വരുന്നുണ്ട്. അത് റിസൾട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. മാത്രമല്ല നമ്മൾ ഈ ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി ഞാനത് ഒറ്റ സ്ട്രെച്ച് നല്ല ഫുൾ ഓൺ പവറിലിട്ട് ഇടിക്കാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസവും. ഞാൻ ഉറപ്പായിട്ടും ഇടിക്കും. അത് നമ്മൾ ഇടിക്കണമല്ലോ, അതാണല്ലോ നമ്മുടെ റിസൾട്ട്. ഇപ്പം നമ്മൾ ലാസ്റ്റ് ആദ്യം തുടക്കവും പിന്നെ ലാസ്റ്റൊക്കെ ആകുമ്പോഴേ അത്യാവശ്യം പവർ ഇടുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള മീഡിയം പവറിൽ ഇടിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഓടിച്ചോടിച്ച് വിടാനും പറ്റൂ, കാരണം നിങ്ങൾ ഇത്രയും നേരം ഇരുന്ന് കാണാൻ പറ്റില്ലല്ലോ, ഇത്രയും ഫുള്ളിരുന്ന് കാണാൻ പറ്റില്ല. സോ അതുകൊണ്ട് അത്യാവശ്യം സ്പീഡാണ് നമ്മൾ കാണിക്കുന്നത്. എന്നാലും നമ്മൾ 1000 പഞ്ചസ് കംപ്ലീറ്റ് ചെയ്ത്.
ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഞാൻ കാരണം കുറേ ആൾക്കാർക്ക് മോട്ടിവേഷൻ ആവുന്നുണ്ടെന്ന് കേട്ട് കുറേ ആൾക്കാർ പേഴ്സണലി മെസ്സേജ് ഇടുന്നുണ്ട്. എല്ലാവരോടും താങ്ക് യു. ആൻഡ് എന്തെങ്കിലുമൊക്കെ പ്ലാനുകളുണ്ടെങ്കിൽ നാളെ എന്ന് പറഞ്ഞ് നീട്ടി വെക്കരുത്. ഇന്ന് ഇറങ്ങ് ബ്രോ, ഇന്നാണ് നമ്മുടെ ടൈം. നമ്മളതിന് വേണ്ടി കൊടുത്താൽ ഉറപ്പായിട്ടും അതിന് റിസൾട്ട് കിട്ടും. അപ്പോൾ സേവ് ഇറ്റ്.